സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ LP സ്കൂൾ പടിഞ്ഞാറത്തറ 1968 ശ്രീ അബ്രഹാം കുരുടാമണ്ണിൽ സ്ഥാപിച്ച പ്രാഥമിക വിദ്യാലയം. ബാണാസുര സാഗർ ഡാമിൽ വെള്ളം നിറഞ്ഞപ്പോൾ സ്കൂൾ വികസന സ്വപ്നങ്ങളും ആ വെള്ളത്തിൽ മുങ്ങിത്താണു. ഇല്ലായിരുന്നുവെങ്കിൽ പ്രദേശത്തെ ഏറ്റവും വലിയ വിദ്യാലയമായി ഈ വിദ്യാലയം മാറുമായിരുന്നു. പ്രൈമറി വിദ്യാലയമായി തുടരുന്നുവെങ്കിലും പടിഞ്ഞാറത്തറ ഗ്രാമപഞ്ചായത്തിലെ മറ്റ് വിദ്യാലയങ്ങളോട് കിടപിടിക്കുന്ന അക്കാദമിക മികവുകളാണ് ഈ വിദ്യാലയത്തിന് പറയാനുള്ളത്. 128 കുട്ടികൾ മാത്രമുള്ള ഈ കൊച്ചു വിദ്യാലയം ഇപ്പോൾ 57ാം വാർഷികം ആഘോഷിക്കുകയാണ്. കല, കായിക, സർഗാത്മക, അക്കാദമിക പ്രവർത്തനങ്ങളുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തനങ്ങളാണ് ഈ റിപ്പോർട്ടിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. വർണ്ണാഭമായ വിവിധ പരിപാടികളോടെ 2024-25 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം ആഘോഷിച്ചു. വിദ്യാലയ അങ്കണത്തിലേക്ക് ആദ്യമായി എത്തിയ 1ാം ക്ലാസ്സിലെയും പ്രീ പ്രൈമറിയിലെയും കുട്ടികളെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. വർണ്ണ ബലൂണുകൾ നൽകി സൗജന്യ പാഠപുസ്തക വിതരണത്തിൻ്റെ ഉദ്ഘാടനവും പഠനോപകരണ വിതരണവും നടത്തി. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ സ്കൂളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടു. മുൻ വർഷങ്ങളിൽ നട്ട വൃക്ഷത്തൈകൾ വളമിട്ട് ചുറ്റും വേലി കെട്ടി സംരക്ഷിച്ചു. പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ചിത്രരചനാ മത്സരം നടത്തി. പ്രവർത്തനങ്ങൾക്ക് ഹെഡ് മാസ്റ്റർ ബിനോയ് ജോൺ നേതൃത്വം നൽകി. ജൂൺ 19 വായനാ ദിനം. PN പണിക്കരുടെ അനുസ്മരണ ദിനമായ വായനാ ദിനത്തിൽ വായനയുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ നടത്തി. വായനാ മത്സരം, വായനാക്കുറിപ്പ് തയ്യാറാക്കൽ മത്സരം, ക്ലാസ് ലൈബ്രറി രൂപീകരണം, ഉദ്ഘാടനം, സ്കൂൾ ലൈബ്രറി സന്ദർശനം, ലൈബ്രറി പുസ്തകങ്ങൾ പരിചയപ്പെടൽ, ചിത്രരചനാ മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങൾ വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്നു. ജൂലൈ 5 വൈക്കം മുഹമ്മദ് ബഷീർ ചരമദിനത്തിൽ ബഷീർ കൃതികൾ പരിചയപ്പെട്ടു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളിലെ കഥാപാത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനം നടത്തി. ബഷീർ കൃതികളുടെ പ്രത്യേകതകളെക്കുറിച്ച് ക്ലാസ്സുകളിൽ ചർച്ച നടത്തി. ബഷീർ അനുസ്മരണ ക്വിസ് മത്സരം നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ വിവിധ യോഗമുറകളുടെ വീഡിയോ പരിചയപ്പെട്ടു. വിവിധ യോഗാഭ്യാസ മുറകൾ പരിശീലിച്ചു. (2024-25) അധ്യയന വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ പൂർത്തിയാക്കി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം, ചിഹ്നം നൽകൽ, പ്രചാരണം, വോട്ടേഴ്സ് സ്ലിപ്പ് വിതരണം, പോളിംഗ് ഉദ്യോഗസ്ഥരുടെ നിയമനം, പരിശീലനം, ബൂത്ത് സജ്ജീകരണം, ഇലക്ഷൻ, വോട്ടെണ്ണൽ, വിജയികളെ പ്രഖ്യാപിക്കൽ, സത്യപ്രതിജ്ഞ തുടങ്ങിയ വിവിധ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങൾ കുട്ടികൾ ഈ പ്രവർത്തനത്തിലൂടെ മനസ്സിലാക്കി. സ്കൂൾ ലീഡറായി ആമിർ സഹ്ലാനി, അസിസ്റ്റന്റ് ലീഡറായി ആയിഷ നജിയെയും തിരഞ്ഞെടുത്തു. ഈ വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം, വായനാവാര സമാപന സമ്മേളനം വൈത്തിരി BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികയായ രാജി അഭിലാഷ് നിർവഹിച്ചു. വയനാട് കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്ന ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്കും കാണാതായവർക്കും കണ്ണീർ പുഷ്പങ്ങൾ അർപ്പിച്ചു. ദിനപത്രങ്ങളിൽ വന്ന വാർത്തകൾ കൊണ്ട് തയ്യാറാക്കിയ കൊളാഷിന് മുന്നിൽ മെഴുകുതിരികൾ കത്തിച്ച് സ്കൂൾ മുഴുവനും ആ നാടിൻ്റെ ഉറ്റവരുടെയും ഉടയവരുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നു. ഈ വർഷത്തെ സ്കൂൾ കായികമേള പന്തിപ്പൊയിൽ പഞ്ചായത്ത് ഗ്രൗണ്ടിലും സ്കൂൾ മുറ്റത്തുമായി പൂർത്തിയാക്കി. മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെ വൈത്തിരി ഉപജില്ലാ കായികോത്സവത്തിൽ പങ്കെടുപ്പിച്ചു. വിവിധ പരിപാടികളോടെ സ്കൂൾ കലാമേള നടത്തി. സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളെ തിരഞ്ഞെടുത്തു. അവർക്ക് വേണ്ട പരിശീലനം നൽകി. വൈത്തിരി ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ ഈ കൊച്ചു വിദ്യാലയത്തിലെ കുട്ടികൾക്ക് സാധിച്ചു. കുട്ടികൾക്ക് വിഷരഹിതവും ആരോഗ്യദായകവുമായ പച്ചക്കറികൾ നൽകുന്നതിനായി സ്കൂളിൽ വിപുലമായി പച്ചക്കറി തോട്ടം ഒരുക്കി. പയർ, മുളക്, ചീര
ചീര, വഴുതന, പാവൽ തുടങ്ങിയ ഇനങ്ങളും കപ്പ, ചേന, മഞ്ഞൾ, ചേമ്പ് തുടങ്ങിയ ഇനങ്ങളും പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്തു മികച്ച വിളവ് നേടുവാൻ സാധിച്ചു. പച്ചക്കറി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പ്രധാന അധ്യാപകൻ ബിനോജ് ജോൺ നേതൃത്വം നൽകി. പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നതിനായി ഖോജ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന രക്ഷിതാവ് കൂടിയായ അശ്വതി നിശാന്തിൻ്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾ പച്ചക്കറിത്തോട്ടം ഒരുക്കുന്നതിനായി മുൻകൈയെടുത്തു. സ്കൂളിലേക്ക് മലയാള മനോരമ ദിനപത്രം സ്പോൺസർ ചെയ്ത ജോമോൻ പുളിക്കത്തൊട്ടി ഹെഡ് മാസ്റ്റർ ബിനോജ് ജോണിന് പത്രം കൈമാറി ഉദ്ഘാടനം ചെയ്തു. സ്നേഹപൂർവ്വം സുപ്രഭാതം പദ്ധതിയുടെ ഭാഗമായി SKSSF സ്റ്റേറ്റ് സെക്രട്ടറി മൊയ്തീൻ കുട്ടി യമാനി സ്കൂൾ ലീഡർ ആമിർ സഹ്റാന് പത്രം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. ലോക വയോജന ദിനത്തിൽ സ്കൂൾ പരിസരത്തെ ആദ്യകാല കുടിയേറ്റ കർഷകയായ അന്നമ്മ മുളവേലി എന്ന കർഷക തൊഴിലാളിയെ സ്കൂളിൽ മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു. 2023-24 അധ്യയന വർഷത്തെ മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ ഹരിതമുകുളം പുരസ്കാരം നമ്മുടെ സ്കൂളിന് ലഭിച്ചു. വയനാട് ജില്ലയിലെ ഏറ്റവും മികച്ച LP സ്കൂളായി തിരഞ്ഞെടുത്ത സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ LP സ്കൂളിലുള്ള ഹരിതമുകുളം പുരസ്കാരം പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ കേളു അവറിൽ നിന്നും അഭിമാനപൂർവ്വം സ്വീകരിച്ചു. വൈത്തിരി ഉപജില്ലാ ശാസ്ത്രമേളയിൽ സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ LP സ്കൂളിലെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മാതൃഭൂമി സീഡ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരത്തെ സ്വാഭാവിക ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു. മണ്ണിടിഞ്ഞും വൃത്തികേടായും ഉപയോഗശൂന്യവുമായ കുളങ്ങൾ, കിണറുകൾ എന്നിവ വൃത്തിയാക്കി നാടിന് സമർപ്പിക്കുന്ന പ്രവർത്തനമായിരുന്നു അത്. പ്രവർത്തനങ്ങൾക്ക് മാതൃഭൂമി സീഡ് അംഗങ്ങളും രക്ഷിതാക്കളും അധ്യാപകരും നേതൃത്വം നൽകി. ഹരിത കേരള മിഷൻ നടപ്പിലാക്കുന്ന ഹരിത വിദ്യാലയ പുരസ്കാരം A+ ഗ്രേഡോടുകൂടി നമ്മുടെ വിദ്യാലയത്തിന് ഈ വർഷം ലഭിച്ചു. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും ഹരിതാഭമായ ക്യാമ്പസ് സംരക്ഷണവുമാണ് ഈ അവാർഡിലേക്ക് നമ്മുടെ സ്കൂളിനെ എത്തിച്ചത്. കുട്ടികളിലെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി 1 Day to Knowledge എന്ന പേരിൽ പ്രതിദിന ക്വിസ് മത്സരം ആരംഭിച്ചു. ജൂൺ മാസം മുതൽ ഫെബ്രുവരി മാസം വരെ നടപ്പിലാക്കിയ പദ്ധതിയിൽ പ്രതിദിനം 2 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നൽകി വന്നത്. എല്ലാ മാസത്തിൻ്റെയും അവസാനം ക്വിസ് മത്സരം നടത്തുകയും സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നു. രക്ഷിതാക്കൾക്കും മത്സരം സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിൽ മെഗാ ക്വിസ് നടത്തി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സ്കൂൾ വാർഷികത്തിന് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. കുറ്റ്യാടി ആക്റ്റീവ് പ്ലാനറ്റിലേക്ക് ഉല്ലാസയാത്ര നടത്തി 42 കുട്ടികൾ പങ്കെടുത്തു. ട്രെൻഡ്സിൻ്റെ ബാനറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കി വരുന്ന പ്രൈമറി ചാമ്പ്യൻസ് ഫുട്ബോൾ മേളയിൽ നമ്മുടെ സ്കൂളിലെ ബാണാസുര ടീം പങ്കെടുക്കുകയും മികച്ച പ്രകടനം 2024-25 അധ്യയന വർഷത്തെ എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ സമയപരിധി മൂലം ഈ റിപ്പോർട്ടിന് സാധിച്ചിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ടവ എന്ന് തോന്നിയ ധാരാളം പ്രവർത്തനങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട്. 130 കുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു പ്രാഥമിക പൊതുവിദ്യാലയത്തിന് ഏറെ നേട്ടങ്ങൾ കൈവരിച്ച ഒരു വർഷമാണ് 2024-25 അധ്യയന വർഷം. വരും വർഷങ്ങളിലും ഈ നേട്ടങ്ങളും മികവുകളും നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.